ഹരി ഓം. ഞാൻ സന്തോഷ് സരോവരം. മകം നക്ഷത്രം കേതുവിൻ്റെ ദശാകാലത്തിലാണ് ഈ നക്ഷത്ര ജാതകരുടെ ജനനം. കേതുവാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ. പിതൃക്കൾ ദേവതകളായിട്ട് വരും. അസുരഗണത്തിൽ പുരുഷയോനിയോടുകൂടിയുള്ള ജനനം. പേരാല് വൃക്ഷവും എലി മൃഗവും ചകോരം പക്ഷിയുമാണ് ഈ നക്ഷത്രക്കാർക്ക്. മകം നക്ഷത്രക്കാർ സ്വതവേ സുഖജീവിതം അല്ലെങ്കിൽ വളരെ കളർഫുള്ളായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. നല്ല സംഭാഷണ പ്രിയരാണിവർ. വളരെ മനോഹരമായ രീതിയിൽ ഇവർ സംസാരിച്ച് മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിക്കാൻ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. അതുപോലെ തന്നെ ഉപദേശങ്ങൾ നൽകുന്നതിലും മറ്റുള്ളവരെ ഉപദേശിച്ച് അവർക്ക് വേണ്ട നേർവഴി കാണിച്ചു കൊടുക്കാൻ ഇവർ വളരെയധികം താല്പര്യപ്പെടുന്ന വ്യക്തികളാണ്. പക്ഷേ ഈ ഉപദേശങ്ങൾ പലപ്പോഴും ഇവരുടെ ജീവിതത്തിൽ ഇവർ അത് നടപ്പിലാക്കാൻ താല്പര്യം കാണിക്കാറുമില്ല. കഠിനാധ്വാനികളാണ് ഈ നക്ഷത്രക്കാർ. ആത്മാഭിമാനം അല്ലെങ്കിൽ അഹംഭാവം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിലുള്ള പ്രവൃത്തികളും സംസാരങ്ങളുമൊക്കെയാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ആരോടും ഒരു ഭയമില്ലാതെ സംസാരിക്കാൻ ഇവർക്കൊരു പ്രത്യേക നൈപുണ്യമുണ്ട്. ഏത് വിഷയത്തെക്കുറിച്ചും ഇവർ വളരെ ആധികാരികമായിട്ട് കയറി സംസാരിക്കും. ഇവർ സംസാരിക്കുന്ന മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ അവർക്ക് തോന്നുന്ന ഇവർ വളരെയധികം ഇതിനെക്കുറിച്ച് വളരെ അറിവുള്ളവർ ആണെന്നാണ് മറ്റുള്ളവരുടെ ആ ഒരു ധാരണ അവർക്കുണ്ടാകുന്ന രീതിയിൽ ഇവർ സംസാരിക്കും. പൊതുവെ വിവാഹം വളരെ താമസിച്ച് നടക്കുന്ന ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അതുപോലെ തന്നെ വിവാഹ ജീവിതവും അത്ര സുഖകരമാകണമെന്നില്ല. പക്ഷേ ഇവരുടെ ജീവിതം വളരെയധികം സന്തോഷപ്രദമായി പോകുന്നതാണ് മൊത്തത്തിൽ കാണുന്നത്. ഈ നക്ഷത്രക്കാരിൽ മകം നക്ഷത്രക്കാരിലെ സ്ത്രീകൾ പൊതുവെ ഭാഗ്യവതികളാണ് എന്നുള്ളതാണ്. അവർ കുടുംബരംഗത്തും ഔദ്യോഗിക മേഖലയിലുമൊക്കെ വളരെയധികം ശോഭിക്കുന്ന വ്യക്തികളാണ്. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി, ഉത്രം ചിത്തിര വിശാഖം ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്ര ജാതകരുമായിട്ടുള്ള ഇടപാടുകളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇവർ ചെയ്യുവാനായിട്ട്. അതുപോലെ മകം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും ബുധനാഴ്ചകളിലുമെല്ലാം ഇവർ ഗണപതി ഭജനം നടത്തുന്ന കേതു നക്ഷത്രത്തിൻ്റെ അധിപനാണെന്ന് ഞാൻ പറഞ്ഞു. കേതുവിൻ്റെ ദശാകാലത്തിലാണ് ഇവരുടെ ജനനമെന്നും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു. അപ്പോൾ ഈ കേതുവിൻ്റെ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ ദുരിതങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കാണാൻ ഇവരുടെ ജീവിതത്തിൽ സകല വിഘ്നങ്ങൾക്കും ഒരു പരിഹാരം കാണുന്നതിനായിട്ട് ഗണപതി ഭജനം ഇവർക്ക് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ്. ഭഗവാൻ ഒരു കർഗമാല സമർപ്പിക്കുകയും മുക്കുറ്റി കൊണ്ട് അർച്ചന നടത്തുകയും ഗണപതി ഹോമവും നാളികേരമുടക്കലുമൊക്കെ ഏറ്റവും നല്ല ഒരു മാർഗമാണ്. ബുധനാഴ്ചകളിലും മകം നക്ഷത്രം വരുന്ന ദിവസങ്ങളിലും അതുപോലെ തന്നെ മകം നക്ഷത്രത്തിൻ്റെ അനുജന്മ നക്ഷത്രമായ അശ്വതി നക്ഷത്രത്തിലും മൂലം നക്ഷത്രത്തിലുമൊക്കെ ഈ ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഈ പറഞ്ഞ പോലുള്ള വഴിപാടുകളൊക്കെ നടത്തുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു ദൈവാധീനത്തിൻ്റെ വർധനവിന് കാരണമായി തീരും. മകം നക്ഷത്രം ചിങ്ങൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിങ്ങത്തിൻ്റെ അധിപൻ എന്ന് പറയുന്നത് ആദിത്യനാണ്. ആദിത്യൻ്റെ ദേവൻ ശിവനാണ്. അപ്പോൾ ശിവക്ഷേത്രം ദർശനം നടത്തുക, ശിവഭജനമൊക്കെ നടത്തുന്നത് ഈ നക്ഷത്രക്കാരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ, കർമ്മ പുഷ്ടി വരുത്താൻ, കാര്യ തടസ്സങ്ങൾ മാറ്റുവാനൊക്കെ ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശിവഭജനവും ഗണപതി ഭജനവും വളരെ കാര്യക്ഷമതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ചെയ്യുന്ന പക്ഷം ജീവിതത്തിലെ ദുഃഖങ്ങൾക്ക് ദുരിതങ്ങൾക്ക് നഷ്ടങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ ഒരു പരിഹാരം കാണുവാൻ സാധിക്കും. ആദിത്യൻ്റെയും ചൊവ്വയുടെയും വ്യാഴൻ്റെയും ദശാകാലം ഇവർക്ക് അത്ര ഗുണം ചെയ്യുന്ന ഒരു കാലമല്ല. അപ്പം ഈ ദശാനാഥന്മാരുടെ ഈ ദശാകാലത്തിൽ ഈ ഗ്രഹങ്ങളുടെ ബലഹീനത പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഗ്രഹപൂജകൾ, ഗ്രഹദോഷ പരിഹാരത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നക്ഷത്രങ്ങളിലെ ഏറ്റവും മികച്ച നക്ഷത്രം ഭാഗ്യമുള്ള നക്ഷത്രം എന്ന പേരോടുകൂടിയ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആ പേരിന് അന്വർത്ഥമായ രീതിയിൽ ഒരു ജീവിതം ലഭിക്കുന്നതിന് ഇത്തരത്തിലുള്ള ഭജനങ്ങളും ദേവതാ പ്രീതികളും ഒക്കെ വരുത്തുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യങ്ങളാണ്.
കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഇതോടൊപ്പം എൻ്റെ ഫോൺ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ കൺസൾട്ടിംഗ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇനി മറ്റൊരു നക്ഷത്ര വിശേഷമായി വരുന്നവരെ നന്ദി, നമസ്കാരം.